കടല വറക്കുന്നതാണ് നമ്മളിന്ന് സർഗം കിച്ചണിൽ ചെയ്യുന്നത്. ഉപ്പ് നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ വറക്കാനായിട്ട്. ഇത് മണലിലും വറക്കാൻ പറ്റും. മണലിലൊരു കുറവുള്ള കാരണമാണ് ഉപ്പിൽ വറക്കുന്നത്. അപ്പോൾ ഉപ്പ് നല്ലൊരു 15 മിനിറ്റോളം ചൂടാക്കി അതിൻ്റെ കളർ തന്നെ മാറണം. എന്നിട്ട് വേണം നമ്മൾ കടലിടാൻ. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കടല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടുന്നത് കാണാം. ഇതിപ്പോൾ നല്ല ടേസ്റ്റോടെ തന്നെ ചൂട്ടോടെ തന്നെ കഴിക്കാം. നമ്മുടെ കിച്ചണിൽ വേറൊരു വീഡിയോയിൽ കപ്പലണ്ടി വറുത്തിട്ടുണ്ട്. കപ്പലണ്ടി വറുത്തിട്ടപ്പോൾ പലരും കമൻസ് ഇട്ടുണ്ടായിരുന്നു കടല ഇങ്ങനെ വറക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കടല വറക്കുമ്പോൾ കപ്പലണ്ടി വറക്കാൻ ഇട്ടതിനേക്കാളും ഹൈ ടെമ്പറേച്ചർ വന്നാൽ കടലിടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടുള്ളൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ കടല എങ്ങനെ വറക്കണേന്ന് നോക്കാം. സിമ്പിളായിട്ടാണ് കടല വറക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു 1/4 കപ്പ് കടലയും പിന്നെ വറക്കാൻ ആവശ്യമുള്ള ഉപ്പും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ നല്ല കട്ടിയുള്ള പാത്രം എടുത്തിട്ട് കടായി പോലത്തെ ഇരുമ്പ് ചട്ടി നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെ നല്ല കട്ടിയുള്ള പാത്രം എടുത്തിട്ടുള്ള അത് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് നല്ലോണം ചൂടാവണം. ഇതിലെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ടിട്ട് നല്ലോണം ചൂടായിട്ട് വേണം കടലിടാനായിട്ട്. ഇതൊരു വട്ടം ബേക്ക് ചെയ്ത് ഉപ്പിണത് കാരണമാണ് ഒരു കളർ ജസ്റ്റ് ഒരു വേരിയേഷൻ. ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നല്ലോണം ചൂടായിട്ട് വേണം കടല വറക്കാനായിട്ട്. നല്ല കളർ തന്നെ മാറണം ഉപ്പിൻ്റെ. എന്നിട്ട് വേണം ഉപ്പ് കടല ചേർക്കാൻ. നമുക്ക് പുറത്തുനിന്നൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. കടല വീട്ടിൽ തന്നെ നമുക്ക് ചൂട്ടോടെ തയ്യാറാക്കാം. ഒന്ന് ചൂടാവണം, നല്ലോണം ചൂടാവണം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് അതിൻ്റെ ചൂടായിട്ട് നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടലിടാം. ഇങ്ങനെ കുറച്ചെടുക്കാനേ പാടുള്ളൂ. കുറച്ചിട്ടിട്ട് കടല അവിടെ ഇവിടെയൊക്കെ ആയിട്ടിടാം. എന്നിട്ട് അത് പൊട്ടണ്ട് നോക്കാം. ഇങ്ങനെ താത്തിയിടാം. ഉപ്പിൽ തന്നെ അങ്ങനെ താത്തിയിടാം. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി കഴിയുമ്പോൾ അത് പൊട്ടി തുടങ്ങും. ഇങ്ങനെ ഇളക്കി നിൽക്കണം. അപ്പോൾ കടല ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മൾ കടല വറക്കുന്നത് ഉണ്ടാക്കുന്നത്. ഉപ്പ് നല്ലോണം ചൂടായിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണം. ഇത് നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാം. ഇങ്ങനെ ഒരു അരിപ്പ കയ്യിലിട്ട് നമുക്ക് കടല കോരിയെടുക്കാം. ഒരു 15 മിനിറ്റോളം നല്ലോണം ചൂടാവണം. എന്നിട്ട് വേണം കടലിടാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മുടെ കടല വറുത്തത് തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.